വ്യക്തമായില്ല. പക്ഷെ ത്രിമാന 3D ക്യാരക്ടേഴ്സ് കൊണ്ടുവരണം. ലൈറ്റായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് നോട്ട് പറയും. ഈ പുണ്യവൃത്തി ആ സിനിമയിൽ അതിനകത്ത് ജനിച്ചി എന്ന് പറയുന്ന ആ ഒരു നമുക്ക് മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതല്ലാതെ വേറൊരു തരത്തിലുള്ള നമുക്ക് കൂടുതലായിട്ട് അതിനെ നമുക്ക് രസിക്കാൻ പോകും അല്ലെങ്കിൽ ബോറടിക്കും. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കഥാപാത്രം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഇത് ഏറ്റവും ക്ലീശയായിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം നമുക്ക് തമാശ പറയുന്ന തെറ്റിലേക്ക് ആയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. തമാശ സങ്കടം സൈക്കോ ആയിട്ടുണ്ടോ, പഞ്ചഭാവമായിട്ടുള്ള പോലീസ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ പരിഗണനകളും ഇപ്പൊ ആരും പ്രശ്നമില്ല, നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതുള്ളൂ. ഞാനൊക്കെ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുമ്പോ ഇപ്പോ ദേവിച്ചേട്ടൻ മഹേഷിന്റെ തൊട്ടപ്പുറത്തെ കളാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം. അയാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ ഫ്രെയിം ചെയ്യുക. അപ്പൊ അയാള് മഹേഷിന്റെ സുഹൃത്താവാൻ സാധ്യതയുണ്ട്, അച്ഛന്റെ സുഹൃത്തായിട്ട് പിന്നീട് മഹേഷിന്റെ സുഹൃത്തായതായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡൈമെൻഷൻസ് ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു. സാധാരണ നമ്മള് രണ്ട് കടകൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ആൾക്കാരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടാകട്ടെ സാധനം ഒന്നും അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ചോദിച്ചത് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ഒരു സെയിൽസ്മാൻ അതിനകത്ത് എല്ലാം മെഡിസിൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഏത് ഡോക്ടറെ ചീട്ടായാലും നോക്കുകയും പക്ഷെ അയാൾക്ക് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമ അസിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, മിനിമം ഒരു സിനിമയെങ്കിലും നീ കണ്ടിരിക്കുന്നു. അത് സിനിമ നീ ഒരു പടത്തിൽ അസിസ്റ്റ് ചെയ്യാതെ ചെയ്യുന്ന സിനിമ നമ്മളെ ലൊക്കേഷൻ ചെന്നാൽ അറിയാൻ പറ്റും. ആ ഡയറക്ടർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻസ് എന്തായാലും പഠിച്ചിട്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, പഠിക്കുന്ന ഈ ഒരു 100-150 പേരുണ്ടാവും ഈ യൂണിറ്റില്. ഡയറക്ടർക്ക് പണി അറിയില്ലെങ്കിൽ പിന്നെ അവരുടെ സ്വഭാവം മാറും. ഒരു ബഹുമാനം ഉണ്ടാവില്ല. യൂണിറ്റ് പോയി വരെ അറിയാം എവിടെ ചോറ് ഏത് ലെൻസായിരുന്നു. ഡയറക്ടർക്ക് പണി അറിയില്ലെങ്കിൽ പിന്നെ ആ റെസ്പെക്ട് കുറഞ്ഞു, ചായ തരുന്ന ആളുടെ റെസ്പെക്ട് കൂടി കുറഞ്ഞ് ദിനം പ്രതി മാറി നമ്മൾ നാണക്കേടായിട്ട് ചെയ്ത് പോയി വരും. അതാണ് പഠിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പഠനം എന്ന് പറയുമ്പോൾ സ്കൂളിംഗ് അല്ല, പഠനം. അത് ഒരു കാര്യം സംഭവം ഓർമ്മ വേണം. ഒരു സിനിമ സെറ്റില് ഒരു ഡയറക്ടർ മോണിറ്റർ ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ മുമ്പിൽ കണ്ട് മോണിറ്റർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, പുള്ളി ഇവിടെ മോണിറ്ററിൽ കണ്ടോണ്ടിരിക്കുന്നു. പുള്ളി കട്ട് പറയുന്നില്ല. ഇപ്പൊ 1-2 സെക്ഷൻ കഴിഞ്ഞിട്ട് കട്ട് പറയാനിപ്പോ ഇപ്പൊ അങ്ങനെ യൂണിറ്റിലെ ഒരു ചായ കൊടുത്തൊരു ബോയ് വന്നിട്ട് ഡയറക്ടറോട് പറഞ്ഞു, സാറേ TV കാണാനാണെങ്കിൽ വീട്ടിൽ നിന്ന് കണ്ടാൽ അത്രയും ഒരു യൂണിറ്റിലൊരു ബോയ്ക്ക് വരെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. നമുക്ക് പണി അറിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പറയുന്ന പോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അയാൾ പറയും എവിടെ വെക്കണം, ഫ്രെയിം എന്താ, ഷോട്ട് എന്താ, എങ്ങനെ അയാൾ തീരുമാനിക്കും. പിന്നെ കഥ അയാളുടെ